രക്തധാരണത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് വരുന്ന ഒരു തെറ്റായ ചിന്തയെന്ന് പറഞ്ഞാൽ എല്ലാ രത്നങ്ങളും ഒരേ ഗുണം തരുന്നവയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഉദാഹരണം, മഞ്ഞപ്പുഷിരാഗം എന്ന് പറയുന്ന രത്നം ഒരു ധനു ലഗ്നക്കാരനാണ് ധരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളെ കിട്ടും. കാരണം ധനു ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ വ്യാഴമാണ്. അപ്പോൾ ധരിച്ച രത്നം മഞ്ഞപ്പുഷിരാഗമാണ്. ഇതേ മഞ്ഞപ്പുഷിരാഗം മേടലഗ്നക്കാരനാണ് ധരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഭാഗ്യതടസ്സങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ ഒരു രക്തം ധരിച്ചപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളും മാറി, ഭാഗ്യതടസ്സങ്ങൾ മാറാനും നമ്മൾ മഞ്ഞപ്പുഷ്പം ധരിച്ചു. ഇനി ഒരു കുംഭലഗ്നക്കാരനായ കുട്ടി, ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വിദ്യാതടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ 11ഉം 2ഉം ഭാവാധിപത്യമുള്ള രക്തം നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. പൊതുവേ ജ്യോത്സ്യന്മാർ അങ്ങനെ സജസ്റ്റ് ചെയ്യത്തില്ല, പക്ഷെ ഞാൻ കൊടുക്കും. 2ാം ഭാവത്തിൻ്റെയും 11ാം ഭാവത്തിൻ്റെ ആധിപത്യം ഒറ്റ ഗ്രഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഉയർച്ച എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ 2ഉം 11ഉം ഭാവാധിപൻ്റെ രത്നം കൊടുക്കും. അപ്പോൾ ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും വിദ്യയ്ക്കും വേണ്ടിയും നമുക്ക് മഞ്ഞപ്പുഷിരാഗം നമുക്ക് ധരിക്കാം, ഏത് കുംഭലഗ്നമാണെങ്കിൽ. അപ്പോൾ പല ലഗ്നങ്ങൾക്ക് ഒരു രത്നം പല ഗുണങ്ങൾ ചെയ്യും. ഇത് തന്നെയാണ് മേടലഗ്നത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, മേടലഗ്നത്തിന് ലഗ്നാധിപനായ ചൊവ്വയുടെ രത്നം നമ്മൾ ധരിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി. അതേ ചൊവ്വയുടെ രത്നം നമ്മൾ മീനലഗ്നത്തിന് ധരിച്ചു കഴിഞ്ഞാൽ വിദ്യാഗുണവും ഭാഗ്യവർദ്ധനവും ഉണ്ടാവും. അപ്പം ഒരു രത്നത്തിനും സ്ഥായിയായിട്ടുള്ള ഒരു ഫലങ്ങളുമില്ല. അത് ലഗ്നത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് രത്നങ്ങൾക്ക് അതിൻ്റെ ഫലദാന വിഷയത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഇത് രത്നധാരണത്തിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കാരണം ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുകയാണ്, സ്റ്റോൺ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എമറാൾഡ് എന്ന പേര് കിട്ടും. മരതകമാണ്, വിദ്യാകാരകനായ ബുധൻ്റെ രത്നമാണ് മരതകം. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മീനലഗ്നക്കാരൻ വിദ്യാകാരകനായ ബുധൻ്റെ രത്നമെന്നും പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ മരതകം കിട്ടിയെന്ന് പറഞ്ഞാൽ മരതകം വാങ്ങിച്ച് ധരിച്ചു കഴിഞ്ഞാൽ ആ മരതകം കൊണ്ട് അദ്ദേഹത്തിന് മൊത്തം ദോഷങ്ങളായിരിക്കും വരുന്നത്. ആ കുട്ടിക്ക് ഒരു ഗുണവും കിട്ടത്തില്ല. കാരണം അവിടെ കേന്ദ്രാധിപത്യ ദോഷമുള്ള ബുധനാണ് മീനലഗ്നം. മീനലഗ്നത്തിൻ്റെ കേന്ദ്രഭാവം എന്ന് പറഞ്ഞാൽ മിഥുനവും കന്നിയാണ്. അപ്പോൾ ബുധൻ അവിടെ കേന്ദ്രാധിപത്യ ദോഷം വന്നു. അപ്പോൾ വിദ്യാകാരകനായ ബുധൻ്റെ രത്നം മരതകം എന്ന് കണ്ടിട്ട് ഗൂഗിളിൽ നോക്കി മരതകം ധരിച്ചു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി ഉണ്ടാകും. അപ്പം മരതകം ആരൊക്കെയാണ് ധരിക്കേണ്ടത്? മിഥുനം കന്നി ലഗ്നക്കാർ ആരോഗ്യ പ്രശ്നത്തിന് ധരിക്കുക. ആ ലഗ്നക്കാർക്കും, മിഥുനം ലഗ്നക്കാർക്കും കന്നി ലഗ്നക്കാർക്കും ആരോഗ്യ പ്രശ്നം മാറാൻ മരതകം ലോക്കറ്റായിട്ട് ധരിക്കുന്നത് നല്ലതാണ്. ഇതേ മരതകത്തെ നമുക്ക് ഭാഗ്യരത്നമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴാണെന്നറിയോ? തുലാലഗ്നമാണെങ്കിൽ മരതകം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഭാഗ്യഗുണമുണ്ടാകും. കാരണം അവിടെ 9ാം ഭാവം മിഥുനമാണ്. അപ്പോൾ എല്ലാ രത്നങ്ങൾക്കും പല പല ഗുണങ്ങൾ വരും. അത് വരുന്നത് ലഗ്നം മാറുന്നതനുസരിച്ചായിരിക്കും. പല രത്നങ്ങൾക്കും പല ഗുണങ്ങളാണ്. ഒരേ രക്തത്തിന് പല ഗുണം കിട്ടും ലഗ്നം മാറുന്നതനുസരിച്ച്.